എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്നും ലിയോയെ കൊണ്ട് കിണ്ടക്കടലാക്കി. ഇവിടെ ഇപ്പോൾ മഴയില്ലാത്തൊരു ദിവസമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇപ്പം എല്ലാ ദിവസവും എണീറ്റാലും മഴ, നല്ല മഴ. സോ അതുകൊണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ ലിയോയും കൊണ്ട് പാർക്കിൽ തുടങ്ങിയും കുറച്ച് നേരം പോയി ടൈം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിനുള്ള നടപടി ഇല്ലാത്ത അവസ്ഥ. അതിനിടയ്ക്ക് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ ഒന്ന് ബാഡ്മിൻ്റൺ കോർട്ടിലൊന്ന് വീണായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്ക് ഇടിച്ചാണ് വീണേ. അതായത് ഓൺ മൈ ബട്ട്. വേറെ എക്സ്റ്റേണലായിട്ട് വേറെ ഇഞ്ചുറി കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ കഴുത്തിനും ഞടുവിനും നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതൊരു 2 ആഴ്ച വരെ ആ പെയിൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും ആ ബാക്കിലല്ല എനിക്കിപ്പോൾ പെയിൻ, ബട്ടിലോ അല്ലെങ്കിൽ നടുവിലോ സ്പൈനിലോ അല്ല, സൈഡിലായിട്ടാണ്. അതായത് ഹിപ്പിൻ്റെ ഭാഗത്തോട്ടൊക്കെയാണ് നല്ല ബോഡി പെയിൻ. അതായത് കിടക്കുമ്പോഴൊക്കെ നല്ല പെയിനുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അപ്പം അത് മാറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മാറിയും തിരിഞ്ഞും ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെയിൻ. ആ പെയിനൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കരമായിട്ടൊരു കഴച്ച് വരുന്ന ഒരു ഫീല്. അത് ആദ്യം ഈ കഴുത്തിൻ്റെ വേദന ഉണ്ടായിരുന്ന സമയത്ത് കഴുത്തിങ്ങനെ കുനിഞ്ഞിരിക്കാനും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. നേരെ ഇരിക്കാൻ പ്രശ്നം കാണത്തില്ല. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കഴുത്ത് ഭയങ്കരമായിട്ട് ഒരു കഴച്ച് വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ സൈഡിൽ. അത് രാത്രി കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്യുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി പാരസെറ്റമോൾ കഴിച്ചിട്ട് കിടന്നുറങ്ങിയപ്പം വലിയ കുഴപ്പമില്ലാതെ കിടന്നങ്ങ് ഉറങ്ങി. ബട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഈ നോക്കുമ്പോൾ ഇപ്പോഴും എണീക്കുമ്പോഴും നടക്കുമ്പോഴൊന്നും പ്രശ്നമില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നേരം ഈ കിടക്കാൻ നേരത്തൊക്കെയാണ് ആ പെയിൻ ശരിക്കും അറിയാൻ പറ്റുന്നത്. ഒരു ബോഡി പെയിൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് എന്ന് അറിയാൻ വയ്യ. എന്തായിരുന്നാലും ഡോക്ടറിനെ ഒന്ന് കണ്ട് കാണണം. എന്താണ് വേണ്ടതെന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഇതിലായിരിക്കുന്നത്. കാരണം എനിക്ക് ഓഗസ്റ്റ് 6-ാം തീയതി കാൾസ്രൂയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു കോൺഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ ടെക്നോളജിയുടെ സ്പെസിഫിക് ആയിട്ടൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കാൾസ്രൂയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ വേദനയും വെച്ചുകൊണ്ട് പോയാൽ പിന്നെ അവിടുത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒന്നിൽ എന്തെങ്കിലും പെയിൻ കില്ലറോ എന്തെങ്കിലും കിടന്നാപ്പ് ഡോക്ടറിൻ്റെ അടുത്ത് മേടിക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇനി പോയി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലിയോയെ വിളിക്കാൻ പോകാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഹർഷനെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ കുക്കിംഗ് കഴിഞ്ഞു. ഇന്നത്തെ ദിവസവും ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് അല്ലാത്തത് കൊണ്ട് ഒരിടത്തും പോകാനൊന്നും പറ്റിയില്ല. ഇന്ന് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇന്ന് കുക്ക് ചെയ്തത് കാണിച്ചു തരാം. ഇന്ന് കുറേ നാളിന് ശേഷം ഞാൻ സാൽമൺ ഫിഷ് വാങ്ങിച്ച് ഒരു ഫിഷ് കറി ഉണ്ടാക്കി. ഫിഷ് കറിയും ചോറും ഹർഷന് ഇഷ്ടപ്പെടും. അതെനിക്കറിയില്ല. അവന് പൊതുവേ ഫിഷ് അങ്ങനെ വലിയ പ്രിയമുള്ള സംഭവമല്ല, എന്നാലും കഴിയും. കൊടുത്തു നോക്കാം, കഴിക്കുമോ നോക്കാം. അപ്പോൾ ഞാൻ കറിയും ചോറും കാണിച്ചു തരാം. ചോറ് 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 ഇതാണ് നമ്മുടെ ഫിഷ് കറി. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക രീതിയിൽ, മോളി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ കറിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുമായിരിക്കും. ലിയോ ഫുഡ് കഴിക്കാം. What? What leaf? Rocket Leaf. What is that? This is a game what Jimmy is playing. You already know that. അത് നമുക്ക് കളിക്കാം കേട്ടോ. ഫുഡ് കഴിക്കാം. വാ, ലെറ്റ്സ് ഹാവ് അവർ ഡിന്നർ. ഞങ്ങളിവിടെ ഷോപ്പിങ്ങിന് വന്നിട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ കയറിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും അരിയൊക്കെ മേടിച്ചു. ഹർഷന് ലഡു വേണമെന്ന് പറഞ്ഞ് ലഡു മേടിച്ചല്ലേ നമ്മൾ? ഇനി ഇവിടുത്തെ റയവേയിൽ കയറിയിട്ട് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഈ റയവേയിൽ കയറിയിട്ട് നമുക്ക് സാധനം നോക്കാം. ഓക്കെ.
ലിയോയ്ക്ക് ചെറിയ പനിയാണ്. എന്നിട്ട് ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റ് വന്നതാണ്. ബട്ട് ഞാൻ ഫുഡ് കഴിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വിചാരിച്ചു. നമ്മൾ ചിക്കൻ തന്തൂരി ഓർഡർ ചെയ്തത്. പക്ഷേ ഫുഡൊക്കെ വന്നപ്പോഴേക്കും ഹർഷൻ ആപ്പാടെ തളർന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബെഡിൽ പോയി കിടന്നാൽ മതി എന്നായി. ഞാൻ തരട്ടെ? ഓക്കെ, നാളെ എന്നെ കാണാൻ പോകണ്ട കേട്ടോ. നാളെ എന്നെ കാണാൻ പോകണ്ട. ഐസ് തുടച്ചോ? ഒരു പനി കറങ്ങിത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നാളെ എന്നെ കാണാൻ വിടുന്നില്ല. റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് എൻ്റെ കുഞ്ഞിന് മെഡിസിനൊക്കെ കൊടുത്തു. ലിയോ ലിറ്റിൽ ബിറ്റ് ഇപ്പോൾ വാമായി അല്ലേ? ബെറ്റർ, ഫീലിംഗ് ബെറ്റർ. ആൻഡ് വി ആർ ഗോയിങ് ടു സ്ലീപ് ലൈക്ക് ദിസ്, റൈറ്റ്? നാളെ കുഞ്ഞിൻ്റെ കിൻഡർഗാർട്ടനിൽ പോകുന്നില്ലല്ലേ? You are going to take a rest. Yes. അപ്പം ഉറങ്ങാമോ നമുക്ക്? എല്ലാവർക്കും ബൈ ബൈ പറ. Bye bye. Good night. Good night പറ. Good night. Good night. Bye. Ciao. Ciao. പിന്നെ നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഓഗസ്റ്റ് 3 ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ 12ാമത്തെ ആനിവേഴ്സറിയാണ് നാളെ. അപ്പോൾ കൊച്ചിന് ഫ്ലവേഴ്സ് എന്തെങ്കിലും മേടിക്കണം. അതും ഇന്ന് തന്നെ മേടിക്കണമെന്ന് വിചാരിക്കുന്നത്. കാരണം നാളെ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം റെഡ് ഫ്ലവർ കിട്ടില്ല. കൊച്ചിന് ഏറ്റവും ഇഷ്ടം റെഡ് ഫ്ലവേഴ്സാണ്. അപ്പം റെഡ് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാം. ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം തപ്പിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചടങ്ങ്. അപ്പോൾ അവിടെ റെഡ് ഫ്ലവേഴ്സ് ഇല്ലായിരുന്നു. ഫ്ലവർ മേടിച്ചില്ല. ബട്ട് എന്തായാലും ബാക്കി സാധനങ്ങളൊക്കെ കഴിവതും മേടിച്ചു. എൻ്റെ വെച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊരു പാട്ടാണേ. അപ്പോൾ അതൊരു 2 വരി ഞാൻ പാടാം. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ. ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ. കടൽ തിരയാടുന്നി തീമണലിൽ കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ. കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കടൽ കൊടുത്താരോ മധുരമായി പാടും മണിശങ്കുകളായി. കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ. ലവ് യു ടു. ഹലോ. ഇന്ന് ഓഗസ്റ്റ് 3 എൻ്റെ കൊച്ചിൻ്റെയും ആനിവേഴ്സറിയാണ്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് മേടിച്ചോണ്ട് അപ്പോൾ ഞാനും ഹർഷനായിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടുത്തെ വെതർ ഇപ്പോഴും ഭയങ്കര മോശമായിട്ട് നിൽക്കുകയാണ്. മഴയും തണുപ്പും. ഒരു ആപ്പാട് ഒരു 8-9 ദിവസമായിട്ട് വെയിൽ നല്ലപോലെ കണ്ടിട്ടില്ല. പിന്നെ ഒരു കൊവന്ന കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ്.
അങ്ങനത്തെ ഒരു മൂഞ്ചിയ കാലാവസ്ഥയാണ്. ഓക്കെ, എന്തായിരുന്നാലും ഞാനും വർഷവും കൂടി പൂ വാങ്ങാൻ വേണ്ടി പോവാണ്. പോയിട്ട് ഞാൻ അതാ വരുന്നു. അപ്പോൾ പോയി നോക്കിയിട്ട് ഇറങ്ങുന്നു. ഇവിടെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്രോൾ അടിച്ചതിന് ശേഷം ഇവിടുത്തെ പെട്രോൾ പമ്പിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ പക്ഷേ ഈ പമ്പിൽ ഞാൻ ഈ പറഞ്ഞ ഫ്ലവറും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി അകത്തുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ വേറൊരു സ്ഥലം വരെ ഒരാവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായിരുന്നാലും പോകുന്ന വഴിക്ക് നമുക്ക് ഫ്ലവേഴ്സ് മേടിച്ചിട്ട് നമുക്ക് മിച്ചുവിൻ്റെ അവിടെ പോവാം. അതാണ് പരിപാടി. ഓക്കെ, എന്തായിരുന്നാലും ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് €1.64. നമുക്കിവിടെ സ്വന്തമായിട്ട് തന്നെ പെട്രോളൊക്കെ അടിക്കണം. പെട്രോൾ അടിച്ചതിന് ശേഷം അകത്ത് പോയിട്ട് ഈ ടാങ്കിൻ്റെ നമ്പർ പറയാം. അപ്പോൾ അവർ നമുക്ക് ബില്ല് പേ ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണാം എത്ര രൂപയ്ക്കാണ് അടിക്കണമെന്ന്. നമുക്കിവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അടിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത്രയൊക്കെയാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ഏകദേശം 52 ലിറ്റർ അടിച്ചപ്പോൾ €86 18 അത്ര ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു യൂറോയുടെ നിലവാരം അനുസരിച്ച് 8600 അത്ര ആയിട്ടുണ്ട്. അടിച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം എടുക്കുന്നു. അതെവിടെ നിന്ന് എടുത്തേ? ഇതിൽ E10 അൾട്ടിമേറ്റ് E5 പിന്നെ സൂപ്പർ E5 എന്നൊക്കെ പറയുന്നത് പെട്രോളാണ്. അതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ പെട്രോളിന് ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഞങ്ങളൊക്കെ വരും. ഞാൻ സാധാരണ E10 തന്നെയാണ് അടിക്കാറ്. ഡീസൽ ഉണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളുണ്ട്. നമ്മൾ നോക്കി സ്വന്തമായിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്യുമ്പോഴത്തേക്ക് അർത്ഥം പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് വണ്ടി കഴുകണമെന്നുണ്ടെങ്കിലും ഇവിടെ കഴുകാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് റെഡ് റോസസ് ഉണ്ടോ നോക്കാം. ഇത് നല്ല രസമല്ലേ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. റോസും വൈറ്റും. ഇതെന്തായിരുന്നാലും നമുക്കെടുക്കാം. അപ്പോൾ നമുക്കിത് മേടിച്ചിട്ട് നേരെ നമുക്ക് സ്ഥലപ്പെടാം. Ta-da! For Mama. What do you think? She like it? Red roses and also, is it white, off-white? I don't know. What color is it? White. Okay. Pink. Keep it near your seat. Okay? നമുക്ക് കൊണ്ട് കൊടുക്കാം. Where? മമ്മയ്ക്ക് അവിടെ. Not like that. അപ്പോൾ പെട്രോളും അടിച്ചു, ഫ്ലവേഴ്സും മേടിച്ചു. ഇനി നമുക്ക് നേരെ മിച്ചുവിൻ്റെ അടുത്തോട്ട് പോവാം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചല്ലോ ലിയോ നമ്മൾ. യെസ്. സോ ഇനി ലിയോ സീറ്റ് ബെൽറ്റ് ഇട്ടെ. സീറ്റ് ബെൽറ്റ് ഇട്ടെ. ബ്ലൂപ്പ് പറയാം, ഞാൻ പറഞ്ഞോളാം. നീ ബ്ലൂപ്പ് പറ. And I can നീ പറഞ്ഞു. And I can have it? സീറ്റ് ബെൽറ്റ് ഇട്. Can I have it now? Now? ഇല്ല ഇനി വീട്ടിൽ പോയിട്ടാണ്. സോ ലോങ് ആയി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നേരെ നമ്മൾ മിച്ചുവിൻ്റെ അടുത്തോട്ട് പോകുന്നു. ആനിവേഴ്സറി. സോ നല്ല വിഷമവും നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സമയമാണ്. ഞാനത് അകത്തിട്ടേക്കുന്നുള്ളേ ഉള്ളൂ. മാക്സിമം ഞാൻ ഹർഷൻ്റെ ഫ്രണ്ടിൽ അതങ്ങനെ കാണിക്കാറില്ല. ആരുടെയും ഫ്രണ്ടിൽ ഞാനതങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ കൂടുതൽ ഒന്നും പറഞ്ഞ് ഞാൻ ചിലവാക്കുന്നില്ല. നമുക്ക് എന്തായിരുന്നാലും നേരെ മിച്ചുവിൻ്റെ ഫ്രീഡോഫിൻ്റെ അങ്ങോട്ട് പോകാം. ഓക്കെ, ചുമയുണ്ടല്ലോ. മരുന്ന് കഴിക്കണോ? മരുന്ന് കഴിക്കാം, വേണമെങ്കിൽ മരുന്ന് കഴിക്കാം.
നമ്മൾ ഏകദേശം എത്താറായി വിച്ചുവിൻ്റെ വീട് ഓഫിലോട്ട്. ഇവിടെ എല്ലാത്തിനും പിന്നെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റെസ്റ്റിംഗ് പ്ലേസ് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള കോൺട്രാക്റ്റും പിന്നെ അവിടെ ഗാർഡനിങ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റും നമ്മൾ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് ക്ലീൻ ചെയ്ത് ഫ്ലവറിങ്ങും ഒക്കെ ചെയ്യും. ഈ ലാഹറൈൻ എന്ന് പറയുന്ന ഇവിടെയാണ് വിച്ചുവിൻ്റെ പ്ലേസ്. ഇതാണ് ഞങ്ങളുടെ വിച്ചുവിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത്. Happy anniversary, Vichu. I love you so much. ഞാനിവിടെ ഇടയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട്. വല്ലാണ്ടങ്ങ് എൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ നേരെ എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. ഒരു കാം പ്ലേസാണ്. അതാണ് സൗണ്ട് കുറയ്ക്കും. സൗണ്ട് കുറയ്ക്കും. ഒച്ച നോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് ഇന്നിനി എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസമൊന്നും അല്ല. ഞാനും അത്ര അങ്ങോട്ട് ഓക്കെ അല്ലാത്തൊരു ദിവസമാണ്. ബട്ട് ഐ എം ഹാപ്പി ആൻഡ് ഐ എം സ്റ്റിൽ ഓക്കെ. സോ അത്രയുള്ളൂ ഈ ഒരു വേറെ ഒന്നുമില്ല. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ പിന്നെ വരാം. ഓക്കെ.